ഒരു ചെറിയ വീട് വെച്ചാൽ മതിയായിരുന്നു. ഇതൊന്ന് തൂത്തുടച്ച് വൃത്തിയാക്കാൻ തന്നെ 2-3 കൊല്ലം വേണ്ടി വരും. അതെങ്ങനെ? കുറച്ച് പണം കൈ കിട്ടിക്കഴിഞ്ഞാ നാട്ടുകാരുള്ള എന്തോ വാശി തീർക്കുന്ന പോലെയാണ് ഓരോരുത്തർ പണ്ടാരം പോലെ വീടുകൾ കെട്ടിപ്പൊക്കുന്നത്. ഒന്ന് വെള്ള പൂശണമെങ്കിൽ സാറേ വീട് പണയം വെക്കേണ്ടി വരും. പ്രകാശേട്ടാ, ദേ അയാള്. ആര്? മായയുടെ ഭർത്താവ്. ഇത്ര നേരത്തെ വന്ന് കയറിയ? ചേട്ടൻ കുളിച്ച് വൃത്തിയായി പുതിയ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് താഴേക്ക് വാ. മണിയാ, മതിയാക്കടെ. ബാക്കി പിന്നെ നാളെ ഒക്കെ ചെയ്യാം. കുറച്ചുകൂടെ വൃത്തിയാക്കണമായിരുന്നു. മഹാലക്ഷ്മി നല്ല വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നത്. നീ വാ. മതി. ഇതൊക്കെ പുഴമീനാണോ? അയ്യോ, കണ്ടാ പുഴമീനാണെന്ന് തോന്നു. ചേട്ടന്റെ സുഹൃത്ത് അന്റാർട്ടിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഇതൊക്കെയോ? ഒരെണ്ണത്തിന് ഇന്ത്യൻ മണി 23,000 രൂപയാ. എന്തോ ഇതിന്റെ പേര്? പേര് എപ്പോഴും ഞാൻ ഇതിന്റെ പേരങ്ങ് മറന്നു പോകും. മണിയാ, എന്താ ചേച്ചി? അന്റാർട്ടിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷിന്റെ പേരെന്താ? ഇന്നസ്തരാസ്കി. ആ, അതെ അതെ. പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ രാമു എന്നാ വിളിക്കുന്നത്. രാമു. വിളിച്ചോ? പിന്നെ മോനെ രാമു. കണ്ടിട്ടൊരു വെളുത്ത മത്തിയുടെ ലുക്കുണ്ട്. രാമു, ദേ കണ്ടില്ലേ, ആ പേര് വിളിക്കുമ്പോ അവനറിയാം. മോൻ തിരിഞ്ഞു പോയിക്കോ. രാമു, രാമു. ആ, ശരിയാ. ഇല്ല. ആഹാ, സാറ് പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇല്ലില്ല, ഇത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. ഇങ്ങനെയോ? അശോകനിരിക്കൂ, നീ ഒരു മിൽക്ക് ഷേക്ക് കൊണ്ടുവരും. സംസാരിക്കേ. പിന്നെ കാര്യങ്ങളുടെ ഏകദേശ രൂപമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, മുഖവരിയില്ലാതെ ഒരു കാര്യം പറയാം. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഞാൻ എന്റെ പ്രധാന പങ്കാളിയാക്കാൻ തീരുമാനിച്ചു. സാറ് പെട്ടെന്നിങ്ങനെ. ലുക്ക് മിസ്റ്റർ അശോക്, ഐ എം എ പോലീസ് ഓഫീസർ. ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ അയാളിൽ എന്തെങ്കിലും ചില പ്രത്യേകതകൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകത എനിക്കുള്ളതായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പലിശക്കാരൻ വഴി തടഞ്ഞു നിർത്തിയതിന് സാറും സാക്ഷിയായിരുന്നല്ലോ. അവിടെയാണ് ഞാൻ നിങ്ങളുടെ ക്യാരക്ടർ ഒബ്സർവ് ചെയ്തത്. പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കാനുള്ള കരുത്ത്. സത്യത്തിൽ ഒരു പോലീസ് ഓഫീസറായി ഞാനാണെങ്കിൽ പോലും അത്തരൊരു സന്ദർഭത്തിൽ ചമ്പി നാറിപ്പോയത്. കാരണം അന്ന് ഞാനും വളരെ അപമാനകരമായ രീതിയിലാണല്ലോ നിങ്ങളോട് പെരുമാറിയത്. എനിവേ ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷേ ഇതുപോലുള്ള രംഗങ്ങൾ എന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. തന്നെ? ആ, അതൊക്കെ പോട്ടെ സാർ. എന്ത് ബിസിനസ്സാണ് സാർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് തുടങ്ങിയ ഏക്കും. പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയായിരിക്കണം. അശോകൻ നല്ലൊരു പദ്ധതികൾ കണ്ടുപിടിക്കും. പിന്നിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യും. അത് മതി. സാറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പദ്ധതിയും വിജയിപ്പിച്ചെടുക്കാം. പറഞ്ഞത് കറക്റ്റ്. സഹായത്തിന് ഇവ എപ്പോഴും കൂടെ കാണും. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ കോളനിയിൽ അശോകൻ ഒന്ന് രക്ഷപ്പെട്ട് കാണും. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഏത് വഴി കൂടെ പോയാലാണ് എളുപ്പത്തിൽ കുറച്ച് കാശുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ബുദ്ധിരാക്ഷസകൃതം. എങ്ങനെയുണ്ട് പേര്? ബുദ്ധിരാക്ഷസ കൃതം. കൃതം. അത് കൊള്ളാം. നാളെ പേര് അത് ക്ലിക്കാവും. സംഗതി കേട്ടപ്പോ തന്നെ ഇത് വിറ്റുപോകുന്ന ഒരു ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നി. ഈ പഠിത്തത്തിലും കലയിലും ഒന്നാമതെത്താൻ ഈ ലേഹ്യം തുറന്ന് അതിൽ നിന്നൊരു നുള്ളെടുത്ത് കുട്ടികളുടെ നാക്ക് തേച്ചു കൊടുത്താൽ മതിയെന്ന് ചെറിയൊരു പബ്ലിസിറ്റി നമ്മൾ കൊടുത്താൽ മതി. രക്ഷകർത്താക്കളും മരണവപ്രാളത്തോടെ ഓടി അടുത്തോളൂ. ഇപ്പൊ ഐശ്വര്യം ഉണ്ടാക്കാനുള്ള ഗുളിക, ധനാകർഷണ യന്ത്രം, വശീകരണ കുഴമ്പ്. ആളുകള് ഈ ടൈപ്പ് സാധനം വാങ്ങിക്കാൻ നെട്ടോട്ടല്ലേ? ചുരുക്കി പറഞ്ഞ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിൽക്കുന്നു. അതല്ലേ സാറേ? നിന്റെ കൂടെ ആര് പറഞ്ഞത് വീഞ്ഞ് വെച്ചോടെന്ന്? എടാ, ഇത് ലേഹ്യമാണ്, ലേഹ്യം. ബുദ്ധിരാക്ഷസ കൃതം. അത് തന്നെ. അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ചുമ്മാരിടെ. പിന്നെ ഇതിന്റെ ബിസിനസ് സീക്രട്ട് ആരും പറയരുത്. പറഞ്ഞാൽ സ്വന്തം പേരൂടി ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളയും. ആദ്യം 10-20 കുപ്പി ലേഹ്യം വെളിയിൽ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട് ചെറിയ 50 ഗ്രാം ബോട്ടിലിൽ നിറച്ച് നമ്മളത് വിൽക്കണം. നല്ല വില ഈടാക്കി വിൽക്കേണ്ടി വരും.
വില കൂടിയാലേ അതിനൊരു മതിപ്പുള്ളൂ. ആ അത് സാറ് പറഞ്ഞ കറക്റ്റാ. ആ ദേ, മണിയനും അശോകനും കൂടെ ഓടി നടന്ന് വിൽക്കണം. ഹലോ, പിന്നെ നടന്നു വിറ്റാലും മതി, ചുമ്മാ എന്തിനു ഓടണം? അല്ല, ഈ ആദ്യത്തെ 4-5 ദിവസം ഇതിന്റെ പരസ്യ പ്രചരണത്തിന് സീക്കയും കൂടെ ഒന്ന് വരണം. ആ പൈലേക്കൊക്കെ ഓരോ ജോലികൾ കിട്ടുന്ന കാര്യമല്ലേ, ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ നീ ആ ബാലപ്പന്റെ അടുത്ത് നിന്ന് ഇതൊന്നും പറയാൻ നിൽക്കരുത്. ചിരിച്ചിരിച്ച് നിന്ന് പാര സെറ്റ് ചെയ്യണ മോനാണ് അവൻ, അറിയാലോ, പാരസെറ്റാ മോൻ. അല്ല മണിയാ, ഏ? നമ്മളിപ്പോ ഈ വാങ്ങിച്ച ലേഹ്യം പുതിയ കുപ്പിയിലാക്കി വിറ്റാൽ ആളുകൾക്ക് സംഗതി പിടികിട്ടത്തില്ലേ? അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും അരച്ച് പിഴിഞ്ഞ് ചേർത്തിട്ടല്ലേ കുപ്പിയിലാക്കൂ. എന്ത് പിടിഞ്ഞു ചേർക്കും? ഏതായാലും ആളുകളെ പിഴിയാനുള്ള ഒരു ബിസിനസ് അല്ലേ. എന്തരച്ച് ചേർത്ത് കഴിഞ്ഞാലും ആളുകളൊക്കെ വാങ്ങിച്ചോളും. കാരണം ഇത് ബുദ്ധി ഉണ്ടാകാനുള്ള കൃതമാണ്, ബുദ്ധി രാക്ഷസ കൃതം. എന്തായാലും നിന്റെ ഐഡിയ ഉഗ്രൻ. സാർ എന്നെ കുറിച്ച് എന്തോ വിചാരിച്ചത്? എനിക്ക് ആളുകളുടെ പൾസ് അറിയത്തില്ലേ? ഈ 500 ഗ്രാമിന്റെ ഒരു ബോട്ടിൽ നിന്നും 50 കുപ്പി ബുദ്ധി രാക്ഷസ കൃതമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അറിയോ? എന്തായാലും 1 വർഷം കൊണ്ട് നമുക്ക് ലക്ഷപ്രഭുക്കളാകാൻ പറ്റും. പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് ബെൻസ് കാറിലൊക്കെ ആയിരിക്കും. ഈ കോളനിയിൽ ഒരു ബംഗ്ലാവ് പണിയണം. ഒരു 2500 സ്ക്വയർ ഫീറ്റ് വേണം. എല്ലാ മുറി AC ആയിരിക്കണം. ഒരു 5 നിലയെങ്കിലും വേണം. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കെട്ടി നമുക്ക് ചൂണ്ടയിടണം. ഇതെങ്ങാനും ക്ലച്ച് പിടിച്ചാൽ സ്വിമ്മിംഗ് പൂളല്ല, ഹെലിപ്പാഡ് വരെ കെട്ടിടത്തിന്റെ മുകളിൽ പണിയും. അങ്ങനത്തെവനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ സാറേ, നമുക്ക് ബെൻസ് കാറ് വേണ്ട, ഒരു ബെൻസ് ഹെലികോപ്റ്റർ വാങ്ങാം. ഭാഗ്യമുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ അല്ല, വിമാനം തന്നെ വാങ്ങിയെന്നിരിക്കും. അത്രയൊക്കെ വേണോ സാറേ? കിടക്കട്ടെ ഒരു ചെറിയ വിമാനം. ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ മാർക്കറ്റായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ ഒരു വിമാനമുള്ളത് നല്ലതാ. അല്ലെങ്കിൽ വിമാന കൂലി കൊടുത്ത് മുടിയും. എനിക്കങ്ങ് നാണക്കേടാവുന്നു സാറേ. എന്തിന്? അല്ല, ഇത്രയും വലിയ പൊസിഷനിലെത്തേണ്ട ഞാനും സാറും ഈ ബിഗ് ഷോപ്പറിലെ ലേഹ്യവും തൂക്കി റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നു. ആരെങ്കിലും കണ്ട എന്തോ ഒരു കുറച്ചിൽ സാറേ. ശരിയാ മണിയാ, നമുക്കൊരു ടാക്സി വിളിച്ചാലോ? ടാക്സി വേണമെന്നില്ല സാറേ, ഓട്ടോ ആയിരുന്നാലും മതി. ഓട്ടോ കിട്ടുമോ നമുക്ക് നോക്കാം. സാറേ, പാരസെറ്റമോൻ നാണക്കേടാണ്. അങ്ങോട്ട് പോയിരുന്നു. അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്തോ വെയിറ്റ് ഉള്ള സാധനം. ഓ ആണെങ്കി മണിയാ, വെറുതെ ഉടക്കാൻ നിക്കല്ലേ. അശോക് സാറേ, മറ്റേ കാര്യം എന്തായി? ഏത് കാര്യങ്ങള്? ആ സർക്കിളുമായിട്ട് ചേർന്നുള്ള ബിസിനസ് എവിടം വരായി? ആ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. ഞാനൊരു പറ്റിയ ബിസിനസ് എന്റെ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട്. അശോക സാറിനെ പോലൊരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തുടങ്ങാം. എന്ത് ബിസിനസ്? പറ്റിയൊരു ബിസിനസ്. ഇപ്പോ തലവേദന മുതൽ എയ്ഡ്സ് വരെയുള്ള സൂക്കേടുകൾ, പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്താനുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന അസുഖത്തിന് ഒരു മരുന്നും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് മരുന്ന്? കഷണ്ടിക്കുള്ള വല്ല മരുന്നും ആണാ? ഡേയ്, അല്ല, അസൂയക്കുള്ള മരുന്ന്. ഒരാദിവാസി കണ്ടെത്തിയ പച്ചമരുന്നാണ്. അസൂയക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചെന്നറിഞ്ഞാൽ ലോക ശ്രദ്ധ വരെ പിടിച്ചു പറ്റാൻ കഴിയും. മറ്റേ പച്ചല പെട്രോൾ ഇല്ലേ, റാമർ. അടിസ്ഥാനപരമായി നിങ്ങൾ ബുദ്ധിശൂന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ, ഞാൻ മണ്ടത്തരം പറയാണെന്നാണ് പറയുന്നത്. കൊള്ളാം. ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മരുന്ന് വിപണിയിൽ ഇറക്കി 10 കാശുണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചപ്പം ഞാൻ മണ്ടനാണെന്ന്. അതൊന്നും വിറ്റുപോവില്ല. അസൂയക്കുള്ള മരുന്നുണ്ടോന്ന് ചോദിച്ച് ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഷോപ്പിൽ പോവോ? നമ്മൾ അസൂയ മൂത്ത ഒരാളാണെന്ന് കടക്കാർ പിന്നെ നാട്ടുകാരൊക്കെ അറിയില്ലേ? അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും അസൂയക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാതെ. ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല കേട്ടാ. ചിന്തിക്കണം. ബുദ്ധിപരമായ ചിന്തയ്ക്കും ബുദ്ധി വികാസത്തിനും വേണ്ടി ഞങ്ങളൊരു ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുന്നുണ്ട്. അതെന്തോന്ന് സാധനം സാറേ? കാര്യങ്ങളൊക്കെ സീക്രട്ടാണ്. ഉൽപ്പന്നം വിപണിയിൽ ഇറങ്ങുമ്പോ ബാലപ്പൻ അറിഞ്ഞാ മതി. ഞങ്ങൾ പോട്ടെ. ശരി. അതൊക്കെ ഉടനെ ഇറങ്ങും, അപ്പൊ അറിഞ്ഞാ മതി. ചേടാ, ഇത് പ്രകാശ് കുമാർ സാറിന്റെ ഐഡിയ ആണ്. എന്റെ ഇണ്ടളേപ്പാ, ഇത് പൊളിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ തരണേ. ഇത് ഞാൻ പൊളിക്കും. ബുദ്ധിരാക്ഷസകൃതം പ്രസുമ ഫാർമസി. മൊത്തത്തിൽ കൊള്ളാല്ലേ? കൊള്ളാം. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, എല്ലാരിക്കും ആയുർവേദത്തോടാണ് താല്പര്യം. അത് നമ്മളും മുതലാക്കണം. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാനാ സാർ ഉദ്ദേശിക്കുന്നത്? ആദ്യം അടിയിന്ന് തുടങ്ങണം. അല്ല, ഈ തുടക്കത്തിൽ തന്നെ അടി കൂടി തുടങ്ങണോ? ഞാൻ പറഞ്ഞത് ആ അടികളല്ല, താഴേന്നേ തുടങ്ങി
പടിപടിയായി മുകളിലേക്ക് വരണം. ആദ്യം വേണ്ടത് ഈ ഉൽപ്പന്നത്തിന്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഹിമാലയത്തിന്റെ താഴ്വരകളിൽ നിന്ന് ശേഖരിച്ച അപൂർവ സസ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ സിദ്ധൌഷധമാണ് ഇതെന്ന് ആദ്യം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതിന് എനിക്ക് സീക്കയുടെ സഹായങ്ങൾ വേണം. സീക്കെ ഒരു ആദിവാസിയുടെ ലുക്കുള്ള ആളാണ്. പിന്നെ ഈ വേഷം കുറച്ചുകൂടെ ഒന്ന് പ്രാകൃതമാണ്. എന്നിട്ട് ഈ മരുന്നുമായിട്ട് റോഡരികിൽ വിൽപ്പനയ്ക്ക് ഇരിക്കണം. കുറച്ച് അങ്ങാടി മരുന്നൊക്കെ നിരത്തി വെച്ച് ചുമ്മാ ഒരു പ്രകടനം. ഞാൻ റെഡി, പക്ഷെ ഒരു മയിലിനെ കൂടെ ഒപ്പിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ ശ്രദ്ധിക്കൂ. അയ്യോ, മയിലിനിപ്പോ എവിടെ പോവും? മയിൽ വരെ തൽക്കാലം ഒരു കുട്ടിത്തേവാങ്ങനെ കൊണ്ട് തൃപ്തിപ്പെടും. ശരി, കുട്ടിത്താവാങ്കെങ്കിൽ കുട്ടിത്താവാങ്ക്. പക്ഷെ സാർ അത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കില്ലേ? എന്തോന്ന് ക്വാളിറ്റി? ഇതിനകത്ത് കിടക്കുന്നത് വെറും ചവനപ്രാശം. അല്പം പച്ചില മരുന്ന് പേരിന് വേണമെന്ന് കരുതിയിട്ട് നമ്മൾ കലക്കി ചേർത്ത സാധനം എന്തോന്നാണ്? ചാണകമല്ല, ചാണകം. പറഞ്ഞു വരുമ്പോ എല്ലാ ഔഷധങ്ങളും ഒന്ന് തന്നെ. ഗോമൂത്ര മരുന്നല്ലേ? പിന്നല്ലേ സാർ, എന്നാലും ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിലാണ് കസ്റ്റമേഴ്സിന് കൂടുതൽ താല്പര്യം. ഞാൻ പറഞ്ഞു വരട്ടെ. സീക്കെ ഈ പ്രോഡക്റ്റുമായി റോഡ് അരിയിൽ കച്ചവടം നടത്തുമ്പോ ഞാൻ അതുവഴി കടന്നു വരും. ജീപ്പ് നിർത്തും. ഒരു ബോട്ടിൽ ഞാൻ വാങ്ങും. ഒരു സർക്കിൾ വാങ്ങിയാൽ അവിടെ കൂടെ എല്ലാരും വാങ്ങിക്കും. അമ്മണ സാർ ഇപ്പൊ പറഞ്ഞ പൊളപ്പ ഐഡിയ. പൊതുവെ ബുദ്ധി എനിക്ക് അല്പം കൂടുതലാണ്. തന്നെ കണ്ടാ പറയില്ല. എല്ലാം ഞാൻ അടക്കി പിടിച്ച് നിർത്തിയിരിക്കല്ലേ. പിന്നെ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് പുറം ലോകം അറിയുന്നത്. മിസ്റ്റർ അശോകൻ, ഇതുമായി ആയുർവേദ ആശുപത്രികൾ, തിരുമൽശാലകൾ എന്നിവിടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങണം. മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഗയയിലാണെന്നും കേരളത്തിലെ പ്രധാന ഡീലർ അശോകനാണെന്നും അങ്ങ് പറഞ്ഞേക്കണം. ഓക്കെ? ശരി സാർ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം, നമ്മൾ തമ്മിൽ ഒരു കരാർ വേണം. പങ്കാളികളാവുമ്പോ കാര്യങ്ങളൊക്കെ ഒരു വ്യവസ്ഥയാക്കി വെക്കുന്നത് നല്ലതല്ലേ? അതെ, ഓഫ് കോഴ്സ്. ഓക്കെ. ബുദ്ധിരാക്ഷസകൃതം ലേഹത്തിന്റെ പേര്. ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഞാൻ. പോലീസ് ബുദ്ധിക്ക് വശംവദനായി അശോകൻ ലേഹ്യം വിറ്റ് ജീവിക്കാൻ തുടങ്ങിയാണ്. ഏത്? ഈ പ്രകാശ് കുമാർ പറഞ്ഞത് പ്രകാരം ഉത്തരവാദിത്വം മുഴുവൻ അശോകൻ ഏറ്റെടുത്താൽ വരാൻ പോണ വരും വരായികൾ അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം. അതിനുവേണ്ടി ഞാൻ ലാടവേഷം കെട്ടണം. എന്തരിന്? മണവും ഗുണമുള്ള ലേഹ്യം കടയെന്ന് വാങ്ങി അതിൽ ചാണകവും കലക്കി ചുളു വിലയ്ക്ക് വിൽക്കുന്ന ഈ കുരുട്ട് ബുദ്ധിക്ക് സി.കെ. സുന്ദരേശൻ കാരുവാകണം. എനിക്ക് മനസ്സില്ലെങ്കിലാ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ എന്തരനാണ് ഇതൊക്കെ ചെയ്യണത്? ആ കുട്ടി തേവാൻ കൊണ്ടല്ല, അവൻ തന്നെ ധാരാളം. ബുദ്ധിയില്ലാത്ത യവന്മാര് വിൽക്കുന്ന ബുദ്ധിരാക്ഷസകൃതം കഴിച്ച് ആരൊക്കെ നാളെ രാക്ഷസന്മാരാവുമെന്ന് അമ്മണ കണ്ട് തന്നെ അറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇങ്ങോട്ട് വരാൻ പോണതെല്ലാം നല്ല പൊളപ്പ് എപ്പിസോഡുകളാണ്. വാ. ഗ്യാസ് ട്രബിൾ, കൈകാൽ കഴപ്പ്, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, നെഞ്ചരിപ്പ്, പുളിച്ചു നീട്ടൽ തുടങ്ങി പിന്നോക്ക അസുഖങ്ങളെക്കുറിച്ച് മാത്രമേ കവലകളിൽ ഇന്ന് നാട്ടുവൈദ്യന്മാർ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ മനുഷ്യ മനസ്സുകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പെരിച്ചാഴികളാണ് അൽഷിമേഴ്സ്, അമ്നേഷ്യ തുടങ്ങിയ മാരക രോഗങ്ങൾ. ഇതുപോലുള്ള ഹൈടെക് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന സ്ഥാനത്ത് വെറും 150 രൂപ വിലയുള്ള ഈ സാമ്പിൾ ബോട്ടിൽ ബുദ്ധിരാക്ഷസകൃതം വാങ്ങിക്കഴിച്ചാൽ നിങ്ങളുടെ ഓർമ്മശക്തി 68 മടങ്ങായി തിരിച്ചു കിട്ടും. ബുദ്ധികൾ കൂടും. ബുദ്ധിരാക്ഷസകൃതം 10 ഗ്രാമിന്റെ ഒരു ബോട്ടിലിന് വെറും 150 രൂപ മാത്രമേ ഉള്ളൂ. 10 ഗ്രാമിന് 150 രൂപ കൂടുതലാ. അതെ, ഇതിൽ ചേർത്തിരിക്കുന്നത് കാട്ട് ചേമ്പിന്റെ കിഴങ്ങോ ചെമ്പരത്തിയുടെ ഇലയോ ഒന്നുമല്ല. ഹിമാലയത്തിന്റെ അടിവാരത്ത് കാണുന്ന അപൂർവ ബ്രഹ്മ വൃക്ഷത്തിന്റെ പൂമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അസാധാരണമായ ഒരു സാധനമാണിത്. ജർമ്മനിയിലാണെങ്കിൽ ഇതിന്റെ വില 100 യൂറോ, സൗദിയിലാണെങ്കിൽ 168 റിയാൽ, ദുബൈയിലാണെങ്കിൽ 158 ദിറം, അമേരിക്കയിലാണെങ്കിൽ $100. കഴിച്ചിട്ട് ബുദ്ധി കൂടിയില്ല എങ്കിൽ തന്ന പണം ഇരട്ടിപ്പണമായിട്ട് തിരിച്ചു തരുന്നതാണ്. എന്നാൽ ഈ വിലയ്ക്ക് സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല വൈദ്യരെ. എന്നാ പിന്നെ നിങ്ങളൊരു വില പറയും. 1.5 രൂപ ക്യാരറ്റ് എടുക്കൂ. പോയി പണിയാക്കുമ്പോഴാ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധി ഉണ്ടാവുന്നതാണ്. വരൂ വരൂ വരൂ, വാങ്ങൂ. ഒരു ബോട്ടിലിന് വെറും തുച്ഛമായ വില മാത്രമേ. വരൂ, ബുദ്ധിരാക്ഷസകൃതം.
അതെ, ബുദ്ധി രാക്ഷസകൃതം. ഒന്ന് വാങ്ങിച്ചാൽ രണ്ട് തരത്തിലുള്ള ഉപയോഗം. ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങാം, എന്തിനും വാങ്ങാം. എന്താണ് അവിടെ? തട്ടിപ്പാണെന്ന് തോന്നുന്നു സാറേ. എന്താണ് അവിടെ? ആ വരണം സാറേ. പോലീസുകാർമാർക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും. വാങ്ങിച്ച് കഴിച്ചോണ്ടല്ലേ സാറേ ബുദ്ധി ഡബിൾ ആവും. ബുദ്ധി കൂടി കഴിഞ്ഞാൽ കേസുകളെല്ലാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പ്രമോഷൻ അല്ലേ നട സാർ. ഒരു ബോട്ടിലിംഗ് ഉണ്ട്, നോക്കട്ടെ. ബുദ്ധി രാക്ഷസകൃതം. ദൈവമേ, ഞാൻ ഇത് എവിടെയെല്ലാം തേടി നടന്നു. എത്ര രൂപയുടെ? 150 രൂപ. എന്തോന്നടേ 150 രൂപയ്ക്ക് എങ്ങനെ മുതലാവും? സാറേ, ഇത് കേരളത്തിലെ പരസ്യ പ്രചരണാർത്ഥം ഒന്ന് ഇറക്കിയതാണ്. ഇതിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വിവരവുമില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇതിന്റെ ബോധവൽക്കരണവും വിൽപ്പനയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങി പോകണം. രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി തന്നെ അതിനുള്ള പ്രതിവിധിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും കേസ് ഒരു തുമ്പും കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്നു, അപ്പോ ഇതിന് സ്വല്പം എടുത്ത് നാക്കി തേക്കും. പെട്ടെന്ന് ഞാൻ ഉണരും. ഉണരണമെങ്കിൽ അലാറം വെച്ചിട്ട് കിടന്നാ പോരെ? ഞാൻ പറഞ്ഞത് ബുദ്ധി ഉണരുന്ന കാര്യമാണ്. വീട്ടിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഒരു 4-5 ബോട്ടിൽ വാങ്ങിക്കൂ. ഞാൻ വേണമെങ്കിൽ അവരെ വില കുറച്ച് വാങ്ങിച്ചു തരാം. ഇയാൾക്ക് 10 ബോട്ടിൽ. 10 ബോട്ടിലല്ലേ? എല്ലാരും ധൈര്യമായിട്ട് വാങ്ങിക്കും. തട്ടിപ്പ് വെട്ടിപ്പ് ഒന്നുമില്ല. അങ്ങനെ വല്ല ആയിരുന്നെങ്കിൽ എവന്റെയൊക്കെ മീശയെ ഷേവ് ചെയ്ത് കൂം പിടിച്ച് തകർത്തന്നെ. എന്താ എന്ത് പറ്റി? ഒരു ചാണകത്തിന്റെ സ്മെല്ല്. പ്രശ്നമല്ലാവോ? ഗുരുവാവും. ശരിയാ, ചാണകത്തിന്റെ സ്മെല്ലാ. ഗോമൂത്രം പോലെ തന്നെ ചാണകവും ഒരു നല്ല മരുന്നാണ്. എന്ന് വെച്ച് അസുഖം വന്ന ആരെങ്കിലും ചാണകം പരത്തിനോർത്താ? അതില്ല, എന്നാലും ബുദ്ധി കൂട്ടാൻ ഇത് വളരെ നല്ലൊരു മരുന്നാണ്. എല്ലാവരും ഓരോ ബോട്ടിൽ വീതമെങ്കിലും വാങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ വാങ്ങിയതിരുന്നു. സാറിന് എന്താ അത്ര നിർബന്ധം? എനിക്കെന്ത് നിർബന്ധം? ഇതിൽ സാറിന് കൈയുണ്ടെന്നാണ് തോന്നുന്നത്. അതെ 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 അതെ. സാധാരണ റോഡരികിൽ നിന്ന് കച്ചവടം നടത്തുന്നവരെ തല്ലി ഓടിക്കുന്ന പതിവാ പോലീസുകാർക്കുള്ളത്. ഇത് ബുദ്ധി ഷാർപ്പാക്കാനുള്ള മരുന്നാണ്. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. സാറേ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിക്ക് ഇതൊന്നും വാങ്ങി കഴിക്കണ്ട. കഴിക്കണ്ട. ഇതൊക്കെ തട്ടിപ്പാ. ഇത് പറ്റിക്കാൻ വേണ്ടി കൊണ്ടുനടക്കാ. ഇത് വിൽക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. എന്തൊരു മാർഗങ്ങള്? പറയാം. ഈ ബോട്ടിലിന്റെ കൂടെ എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കണം. വല്ല ബ്ലൗസ് പീസോ തോർത്തോ മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഈ റോഡിൽ കൊണ്ട് കിടന്ന് വിൽക്കണതിന്റെ അടുത്ത് അമ്മയാണ് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അടിയിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ഏറ്റത്. മിക്കവാറും ഇന്നലെ അടിയിന്ന് തന്നെ തുടങ്ങിയെന്നെ. ഞാനൊരു ഐഡിയ പറയാം. മണ്ടത്തരമാണെങ്കിൽ നീ ക്ഷമിച്ചിരിക്കണം. എന്തായാലും നീ എഴുന്നള്ളിക്കണം മണ്ടത്തരമാണെന്ന് അറിയാം. എന്നാലും പറ. ആരോഗ്യത്തിന് ഹാനികരം എന്ന ഒരു കുറിപ്പ് കൂടി ലേബലിന്റെ പുറത്ത് അച്ചടിക്കണം. ഹാനികരം എന്ന് എഴുതി വെച്ച സാധനങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ കൂടുതൽ വിറ്റഴിയുന്നത്. കൊള്ളാം അശോക് സാർ, ആ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കാലമാണ്. ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിച്ചു കൊടുക്കണം. കൂടാതെ വിറ്റ് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ വിഹിതം കസ്റ്റമറിന് കിട്ടുകയും വേണം. അതായത് ഒരു നെറ്റ്വർക്ക് ബിസിനസ്. ഇതിൽ ഉപഭോക്താവാണ് വിതരണക്കാരൻ. അത് കൊള്ളാം കേട്ടെ. അപ്പോഴേ നാളെ തന്നെ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടിരണം. വിശദമായ ഒരു ക്ലാസ് ഞാൻ തന്നെ എടുത്തോളാം. ബുദ്ധി രാക്ഷസകൃതം ബുദ്ധിയെ മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിനെയും വർദ്ധിപ്പിക്കുന്നു. അതിന്റെ വളരെ ലളിതമായ സചിത്ര വിവരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാ കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. ഇത് സിൽവർ കിങ് പോയിന്റ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് താഴെ 4 പേരെ നിങ്ങൾ ചേർക്കണം. ABCD. ഒരാൾക്ക് 4000 രൂപ വീതം 4 പേരെ നിങ്ങൾ കണ്ടുപിടിക്കണം. അവരെ ചേർക്കുമ്പോൾ ഒരു ബാഗ്, ഒരു കുട, പിന്നെ ബുദ്ധിരാക്ഷസകൃതം എൻ്റെ ബുദ്ധിയുടെ ഐശ്വര്യം എന്നെഴുതിയ 50 സ്റ്റിക്കർ. ഇത്രയും നമ്മൾ അവർക്ക് കൊടുക്കും. നിങ്ങളുടെ താഴെ നിങ്ങൾ 50 പേരെ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഗോൾഡൻ സോണിൽ എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് സാറേ ഗോൾഡൻ സോണിലെ പ്രത്യേകതകൾ? പറയാം. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതൊരു ഭയങ്കര ഷിപ്പിന്റെ പടമല്ലേ സാർ? ആഡംബര കപ്പൽ. കറക്റ്റ്, അത് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കപ്പലല്ലേ ഇത്? ഇതും ഗോൾഡൻ സോണും തമ്മിൽ എന്താണ് ബന്ധം സാറേ? എന്നാ കേട്ടോ, ബന്ധങ്ങളുണ്ട്.
ഗോൾഡൻ സോണിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ദേ ഈ കപ്പലിൽ ഒരു മലേഷ്യൻ ടൂർ ഉണ്ട് എല്ലാവർക്കും. ഓ അവിശ്വസനീയം തന്നെ കേട്ടാ. ഈ പടം കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഭയങ്കര രാജകീയ കപ്പലല്ലേ. ഇതിനകത്ത് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞ അല്ലേ? പിന്നെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ എന്ത് വന്നാലും നമ്മൾ ഈ ഗോൾഡൻ സോണിൽ കയറണം. കപ്പലിൽ ഓരോരുത്തർക്കും ഓരോ ഡീലക്സ് റൂമാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം, ഈ ഷിപ്പിൽ ആകെ 32 സ്വിമ്മിംഗ് പൂളുകളേ ഉള്ളൂ. എല്ലാവരും സഹകരിക്കണം. ബാക്കി നമുക്ക് കടലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചാടി ചാവാനാ, അങ്ങോട്ട് നോക്ക്. പിന്നെ മലേഷ്യ വേണ്ട എന്നുള്ളവർക്ക് ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക, റഷ്യ ഇതിലേതെങ്കിലും രാജ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ, പിന്നെ പ്രധാന ഒരു നിബന്ധനയുണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. അത് അത് ഞാൻ പറയാം. ആ ശരി. പേര് തന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാത്ര ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓ, ഇനി അമ്മേ. അഥവാ യാത്ര പറഞ്ഞോളൂ. ഞാൻ പറയാം. ഇനി അഥവാ യാത്ര ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചെലവ് കാശ് നിങ്ങൾ തന്നെ വാങ്ങേണ്ടി വരും. ആഹാ, ഒരാൾക്ക് 4 ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. ആ പൈസ നിങ്ങൾ ഏറ്റുവാങ്ങണം. അഥവാ വാങ്ങാൻ താമസിച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ മൊത്തം പ്രശ്നവും. ദേ കഴിഞ്ഞ കാട്ടറിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അന്ന് അമേരിക്കയിലേക്കാണ് പോയത്. ദാ ഈ കാണുന്ന ഹോട്ടലില്ലേ, ബെസ്റ്റ് ഹോട്ടലാണ്. അന്ന് അവിടെയായിരുന്നു എല്ലാവർക്കും ഹോട്ടൽ അക്കോമഡേഷൻ. 3 പേർക്ക് ഹോട്ടലിൽ മുറി ഉണ്ടായിരുന്നിട്ടും അവരെ യാതൊരു ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിച്ച് കളഞ്ഞു. അവസാന കണക്കുകൾ ശരിയാക്കാൻ പറ്റ പാടെ നമുക്ക് മാത്രമേ അറിയൂ. അത് നമുക്ക് മാത്രം അറിയാം. തന്നല്ലേ? ഓ, അല്ല സാറേ, എനിക്കൊരു സംശയം. യെസ്, ചോദിച്ചോളൂ. ഈ ഹോട്ടലിൽ വെജിറ്റേറിയന് നോൺ വെജിറ്റേറിയന് കിട്ടുമോ? അതൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. സെൻസിബിൾ ക്വസ്റ്റ്യൻ. ദേ നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. പറഞ്ഞുതരാം. ജനറലി ഫുഡിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ. അല്ല സാറേ, ഇത് വെജിറ്റേറിയൻ എന്നാണോ വെജിറ്ററേനിയൻ എന്നാണോ പറയുന്നത്?